ലോകം ഫ്രാൻസിസ് പാപ്പായെ മനുഷ്യ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ ഔന്നത്യത്തിലാണ് വീക്ഷിക്കുന്നത് ലോക ജനത. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ആഗോള കത്തോലിക്കാ സഭയുടെ തലവനായിരിക്കെ തന്നെ സഭാ തലവൻ എന്നതിനപ്പുറത്തേക്ക് ലോക ജനത ഇന്ന് ആദരിക്കുന്ന ഒരു നേതാവ്, നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന, സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന, സമാധാനത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു ലോക നേതാവ്. അത് ആധ്യാത്മിക രംഗത്താകട്ടെ, രാഷ്ട്രീയ ഭരണതലങ്ങളിലാകട്ടെ, അന്തർദേശീയ തലങ്ങളിലാകട്ടെ, അതിന്ന് ഇന്നലെ വരെ പാപ്പ മാത്രമേ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരം ക്രൈസ്തവ മനസ്സുകളിൽ മാത്രമല്ല, ക്രൈസ്തവർക്ക് അഭിമാനം തന്നെ. തങ്ങളുടെ നായകൻ, സഭാപിതാവ്, പരിശുദ്ധ പിതാവ് ഇത്രയേറെ മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച ഒരു വ്യക്തി. ഞാന് പരിശുദ്ധ പാപ്പയുടെ ഒരു റീച്ചിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതായത് ക്രൈസ്തവരുടെ ഇടയിൽ മാത്രമല്ല, അതിൻ്റെ ഒരു ആഗോളമാനം, മാർപ്പാപ്പയുടെ ഒരു അക്സെപ്റ്റബിലിറ്റിയുടെ, സ്വീകാര്യതയുടെ ഒരു ആഗോളമാനത്തെക്കുറിച്ച് സാർ സംസാരിച്ചു തുടങ്ങിയത്. ദാറ്റ് മീൻസ് എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു എന്നാണ് സാർ ഉദ്ദേശിച്ചു വരുന്നത്, അല്ലേ? ഉറപ്പായിട്ടും സർവ മനുഷ്യർക്കും വ്യത്യസ്ത തലങ്ങളിൽ, വ്യത്യസ്ത വിശ്വാസങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാവർക്കും അവരുടെ ഒരു ആത്മീയ ഗുരു, അവരുടെ ഒരു സഹോദരൻ. അതാണ് സാറ് നിലപാടെന്നൊരു വാക്ക് ഉപയോഗിച്ചേ. മാർപ്പാപ്പയുടെ നിലപാടുകൾ, സാറിനെ സ്വാധീനിച്ച മാർപ്പാപ്പയുടെ പ്രധാന നിലപാടുകൾ ഏതൊക്കെയാണ്? ഒന്ന് യുദ്ധത്തിനെതിരെയുള്ള നിലപാട് തന്നെയാണ്. യുദ്ധങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ തന്നെയാണ്. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ്. സഭയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളെ തുറന്ന് സമ്മതിക്കാനും അത് തിരുത്താനുമുള്ള കർക്കശമായിട്ടുള്ള നിലപാട് തന്നെയാണ്. അതാണ് ക്രൈസ്തവ കടമയാണ്. ഇന്നത്തെ കാലത്തെ ക്രിസ്തുവാണ്, ഇന്നത്തെ കാലത്തെ ക്രിസ്തുവാണ് ഫ്രാൻസിസ് പാപ്പ. കാര്യത്തിൽ സംശയം. ഒരു ക്രിസ്തീയ മാനവികതയുടെ അടയാളം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചാൽ അത് എത്രത്തോളം ശരിയായിരിക്കും? അത് പൂർണ്ണമാകുന്നില്ല. ക്രിസ്തു ശിഷ്യൻ അത് നമുക്ക് സഭാ തലങ്ങളിലുള്ള സഭാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പത്രോസിന്റെ പിൻഗാമികളായി വന്നിരിക്കുന്ന പാപ്പാമാരെല്ലാം, എന്നാൽ അതിൽ നമ്മളുടെ കാലഘട്ടം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്ര പുരുഷൻ. അതാണ് ഇത്രയും വിശ്വമാനവികത ഉണ്ടായിട്ടും നമുക്ക് ഭാരതത്തിനൊരു വലിയ നഷ്ടമായിപ്പോയി. ഭാരതം സന്ദർശിക്കാൻ മാർപ്പാപ്പയ്ക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ളതും നമുക്കൊരു ദുഃഖമാണല്ലോ സാറേ. ഭാരതത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണ്. അത് നമ്മളെ പാപ്പായോടും വിശ്വാസമൂഹത്തോടും ചെയ്ത ഒരു അനീതിയാണ്. ചരിത്രം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെന്ത് ന്യായീകരണം പറഞ്ഞാലും പാപ്പ പോലും ആഗ്രഹിച്ച ഒരു കാര്യമാണ്. കേരളത്തിലെ, ഇന്ത്യയിലെ ക്രൈസ്തവർ മാത്രമല്ല, വ്യത്യസ്ത മതവിഭാഗങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് പാപ്പായുടെ ഇന്ത്യ സന്ദർശനം. ഇതിൽ ഗവൺമെന്റ് കുറച്ചുകൂടി സിൻസിയറായിട്ടുള്ള നിലപാടെടുക്കണമായിരുന്നു. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണല്ലോ കേരളത്തോടുള്ള മാർപ്പാപ്പയുടെ ഒരു സ്നേഹ കൂടുതൽ. അതും നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ കാര്യമല്ലേ? വളരെ വ്യക്തമാണ്. കേരള കത്തോലിക്കാ സഭയുടെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസ സമൂഹത്തിന്റെ ഒരു മേഖല എന്ന നിലയിൽ സഭാ നേതൃത്വത്തോടും സഭാ മക്കളോടും പാപ്പ കാണിച്ചിട്ടുള്ള പ്രത്യേക സ്നേഹം, വാത്സല്യം. ഈയിടെ കോക്കാട് കർദിനാൾ പിതാവിന്റെ സ്ഥാനാരോഹണം തന്നെ കേരള ജനതയ്ക്ക് പാപ്പ നൽകിയിട്ടുള്ള ഒരു വലിയ അംഗീകാരമാണ്. നമ്മുടെ സഭാ വിശ്വാസത്തിന് ലഭിച്ചിട്ടുള്ള ഒരു പാരിതോഷികമാണ്. നമ്മളോടുള്ള ഒരു സ്നേഹപ്രകടനത്തിന്റെ വലിയ ബന്ധത്തിന്റെ അടയാളമായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തോടും മാർപ്പാപ്പയ്ക്ക് ഒരു പ്രത്യേക സ്നേഹമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. എവിടെ പോയാലും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും
സുരക്ഷിതത്വവും അല്ലെങ്കിൽ നമ്മൾ അവരുടെ ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ നമ്മുടെ എല്ലാം സ്വന്തമാണെന്ന് തോന്നും. അൻസിഫ് പാപ്പ നമ്മുടെ എല്ലാം സ്വന്തമാണ്. നമുക്ക് റിലയബിൾ, ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള നമ്മളുടെ ഒരാൾ, നമ്മളെ ഇടവക വികാരി, നമ്മളെ രൂപത മെത്രാപ്പൊലീത്ത, അവരോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെന്റ്, അതിനേക്കാൾ വലിയൊരു അറ്റാച്ച്മെന്റ് പാപ്പ ഇവിടെ നമുക്ക് തോന്നും. പാപ്പയുടെ നിലപാടുകൾ, പാപ്പയുടെ പ്രസംഗം നമ്മളെ ഭാഷയിൽ കേൾക്കുന്നുണ്ട്. സന്ദേശം ഒരൊറ്റ പുസ്തകം എൻ്റെ ഷെൽഫിലുണ്ട്, ഒരൊറ്റ പുസ്തകം. ആ പുസ്തകത്തിന്റെ പേര് സ്നേഹത്തിന്റെ ആനന്ദം എന്നാണ്. സ്നേഹത്തിന്റെ ആനന്ദം പാപ്പ എഴുതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഒറ്റ പുസ്തകം. കുടുംബജീവിതത്തിന്റെ ഒരു മഹത്വം വിശദീകരിക്കുന്ന, കുടുംബസമാധാനത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഞങ്ങള് ഇപ്പം ജീവിച്ചിരിക്കാത്ത കോവിഡ് കാലത്ത് മരണപ്പെട്ട വികാരിയച്ഛൻ ഞങ്ങളെ ഇടവകയിൽ ആ പുസ്തകം പരിചയപ്പെടുത്തി എല്ലാവരും ഒരു പുസ്തകം പഠിക്കണം എന്ന് പറഞ്ഞു. പാപ്പയുടെ പുസ്തകമാണ്. അപ്പൊ എനിക്ക് 2 കുട്ടികളാണ്. അപ്പൊ ഞാൻ 3 പുസ്തകം പഠിച്ചു. വീട്ടിലെണ്ണം വെക്കുന്നു, 2 മക്കൾക്കും അനുഭവപ്പെട്ടില്ല, 2ആൾക്കും ഓരോ പുസ്തകം കൊടുത്തു. അത് വലിയൊരു നിധിയായിട്ട് ഞാൻ പുസ്തകം ഏതാണ്ട് വായിച്ചു തീർന്നിട്ടുണ്ട്. സ്നേഹത്തിന്റെ ആനന്ദം എന്ന് പേരിടുമ്പം തന്നെ സാറ് പറഞ്ഞ വളരെ ശരിയാണ്. സ്നേഹത്തിന്റെ ആനന്ദം എന്ന പുസ്തകം മാർപ്പാപ്പ കൃത്യമായിട്ടും ഈ ഒരു കുടുംബജീവിതത്തിൻ്റെ ധന്യതയെക്കുറിച്ചും അവിടെ ഉണ്ടാകേണ്ട ഒരു ഊഷ്മളതയെക്കുറിച്ചും പരസ്പര ബന്ധത്തിൻ്റെ മനോഹാരിതയൊക്കെ വിവരിക്കുന്ന മാർപ്പാപ്പയുടെ ഗ്രന്ഥമാണ്. സാറ് സംസാരിച്ച കൂട്ടത്തിൽ സ്വന്തമായിട്ട് എല്ലാവരുടെ സ്വന്തമായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞില്ലേ? മാർപ്പാപ്പയ്ക്ക് എല്ലാവർക്കും തോന്നും, കൊച്ചുകുട്ടികൾക്ക് തോന്നും അവരുടെ സ്വന്തമാണെന്ന്, യുവജനങ്ങൾക്ക് തോന്നും അവരുടെ സ്വന്തമാണ്, ഇപ്പം കുടുംബസ്ഥർക്ക് തോന്നും അവരുടേതാണെന്ന്, അല്ലേ? രോഗികൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, എല്ലാവർക്കും തോന്നും അവരുടേതാണെന്ന്. ഈ സ്വന്തം എന്നുള്ള ആ ഒരു ഫീലിംഗ് സൃഷ്ടിച്ചെടുക്കാൻ മാർപ്പാപ്പയുടെ ജീവിത ശൈലി എപ്രകാരമായിരുന്നു? നമ്മൾ മനസ്സിലാക്കുന്നതിലെ സിംപ്ലിസിറ്റിയാണ്. സിംപ്ലിസിറ്റിയാണ് ഒരു ക്രിസ്തു മതത്തിന്റെ ഒരു നേതാവിനെ ക്രിസ്തു ശിഷ്യനാകാൻ കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്ന് നമ്മൾ പാട്ടുപാടുമ്പോൾ ആ കാലിത്തൊഴുത്തിലെ പിറവി, അതിലെ വിനയം, അതാണ് കരുണ നിറഞ്ഞവനെ. ആ പാട്ട് സത്യത്തിൽ അത് മാർപ്പാപ്പയ്ക്കും അത് ബാധകമാണ്. കാലിത്തൊഴുത്തിൽ പിറന്നവന്റെ വിനയം. അതുകൊണ്ടാണ് കൊട്ടാരം ഒന്നും വേണ്ട എന്ന് വെച്ചിട്ട് ഇന്ന് ഞാൻ പിതാക്കന്മാര്, കർദിനാൾമാര് ഇന്നലെ മുതൽ പാപ്പയെ കുറിച്ച് TV പറയുന്നത് കേട്ടു. കൊട്ടാരമില്ലാതെ ഞങ്ങളുടെ കൂടെ തന്നെ താമസിച്ച ക്ലീമിസ്ത പറഞ്ഞു കേട്ടു. എൻ്റെ അടുത്ത മുറിയിൽ താമസിച്ച, ഞങ്ങളുടെ കൂടെ താമസിച്ച പോപ്പെന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. അതാണ് അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി. ഇപ്പൊ ക്രിസ്തു ശിഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് സാർ കാണുന്നത് ആ ലാളിത്യം തന്നെയാണ്, അല്ലേ? ലാളിത്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. പിന്നെ അതാ നമ്മളിപ്പം ഈ സുവിശേഷം വായിക്കുമ്പോഴോ ഞാൻ ഏറ്റവും ചെറിയ ഒരു കാര്യത്തില് ആരാണ് നിന്റെ അയൽക്കാരൻ എന്ന ഉപമയാണ്, നല്ല അയൽക്കാരന്റെ ഉപമ. അത് ക്രിസ്ത്യൻ നമ്മളെ പഠിപ്പിച്ചെങ്കിൽ അത് മാർപ്പാപ്പ നമ്മളെ പ്രയോഗത്തിൽ കാണിച്ചു. നമ്മുടെ കത്തോലിക്ക സഭയുടെ മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കേൾക്കുന്ന ഒത്തിരി ആൾക്കാര് അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഓരോ വാക്ക് കേൾക്കാൻ കൊതിക്കുന്നുണ്ട്. അതുപോലെയാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ച മതാന്തര സംവാദം. അത് ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യകത തന്നെയല്ലായിരുന്നു. അതെ, ഇപ്പൊ ലോകത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും അത്യാവശ്യമാണ്. പല രോഗങ്ങളുടെയും ഒറ്റമൂലിയാണ്, മരുന്നാണ്. മതങ്ങൾക്കിടയിൽ മതിലുകൾ ഉയരുന്ന ഈ കാലഘട്ടത്തിൽ പാലങ്ങൾ നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പാപ്പ പറയുന്നുണ്ട്. ഒരു സാഹോദര്യ മതമൈത്രിയുടെയൊക്കെ ഒരു ആവശ്യകത. ഇപ്രകാരം ഒരു വിശാലമായ കാഴ്ചപ്പാട് നൽകാൻ മാർപ്പാപ്പയ്ക്ക് സാധിച്ചു എന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്? അതിൽ പൂർണ്ണമായും സത്യമാണ്, പൂർണ്ണമായിട്ടും സത്യം. Because he is the only leader in the world. Because he is the only leader in the world. The only leader. Okay. He is the only leader. സാറിന്റെ വ്യക്തി ജീവിതത്തിൽ മാർപ്പാപ്പയുടെ സ്വാധീനം എപ്രകാരമുണ്ടെന്നൊന്ന് പറയാവോ? ഞാൻ കുർബാനയ്ക്ക് പാപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന
അത് വളരെയേറെ ആത്മാർത്ഥമായിട്ടാണ് ആ പ്രാർത്ഥനാ ഭാഗം. റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും എന്ന് പുരോഹിതൻ ചെല്ലുമ്പോഴും നമ്മൾ ഏറ്റിരുമ്പോഴും ഒക്കെ അത് വളരെ സിൻസിയർ ആയിരുന്നു. പിന്നെ കൂടുതൽ അറിയാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു. ഞാൻ കാണാനും ആഗ്രഹിച്ചു, പക്ഷെ ഇതുവരെ പോയിട്ടില്ല, റൂമിൽ പോയിട്ടില്ല. ഇനിയിപ്പോ പറ്റുന്നോ ഫ്യൂണറലിനല്ല എന്തോ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് പോകാൻ സാധിക്കുമോ? ഞാൻ ഒരു ചെറിയ ശ്രമം നടത്തി. ഇന്ന് പറഞ്ഞ പിതാവ് ഒന്നിച്ചൊരു പരിപാടി ഇല്ല, പിതാവ് തന്നെ പോകുന്നില്ല എന്ന് തോന്നുന്നു. പോകാൻ വേണ്ടി ഗവൺമെന്റ് സാധാരണ രീതിയില് ഇതൊരു രഹസ്യമാണ്, പ്രതിനിധികളെ അയക്കാറുണ്ട്. സോറി, ഗവൺമെന്റ് ഇതിനു മുമ്പ് അയച്ചിട്ടുണ്ട്. ഇപ്പം പാത്രിയാർക്കീസിന്റെ സ്ഥാനാരോഹണത്തിനും അയച്ചിരുന്നു. ഇതിപ്പോ നേരത്തെ ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത് കൊണ്ട് വിസയും അങ്ങനെയുള്ള യാത്രാ സൗകര്യങ്ങളും ടിക്കറ്റും ഒക്കെ കിട്ടി പോകാൻ പറ്റുമെന്ന് അറിയില്ല. കേരള ഗവൺമെന്റ് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുകയും അതിൽ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിനിധി ഉണ്ടാകുകയും ചെയ്താൽ ഞാനൊരു ചെറിയ ഇപ്പൊ നിങ്ങളെ ചോദ്യം എനിക്ക് കുറിക്കുള്ളത് ചോദ്യമാണ്, വീട്ടിലറിയാം. ഒരു ചെറിയ, എന്നോട് ഭാര്യ ആദ്യമേ തന്നെ പറഞ്ഞത് റോമിൽ പോകാൻ റെഡിയായിക്കോന്നാണ്. മാർപ്പാപ്പ മരിച്ചെന്നുള്ള വിവരം അറിയിക്കാം. ഞാൻ ആഗ്രഹിച്ചതാണ്, പക്ഷെ ജീവനോടെ കാണാൻ ആഗ്രഹിച്ചു, അതുകൊണ്ട് അത് നടന്നിട്ടില്ല. സാരമില്ല, നമുക്ക് ആത്മന അതിൽ പങ്കുചേരാം. ആരാധിക്കുന്ന സാധാരണ ഞാൻ ആരാധിക്കുക എന്നുള്ള വാക്ക് പറയാറില്ല. ദൈവത്തെ വിളിച്ച് കയറാന് രാഷ്ട്രീയത്തിലൊന്നും എനിക്ക് ആരാധന ആരോടുമില്ല. ബട്ട് ഐ അഡോർ ഹിം. നമുക്ക് ആത്മന ആ ചടങ്ങുകളിലെല്ലാം പങ്കുചേരാൻ സാധിക്കുമല്ലോ സാറേ, കാരണം നമുക്കൊരു സാറ് പറഞ്ഞ പോലെ ഒരു ഓണിങ് ഫീലിംഗ്, സ്വന്തം എന്നുള്ള ഫീലിംഗ് ഉണ്ടല്ലോ. ഓക്കെ, താങ്ക് യു സാർ. ജീവൻ ഗുഡ്നസ് ടിവിയുടെ ഈ ഒരു അവലോകന മീറ്റിംഗിലേക്ക് കടന്നു വന്നതിന് സാറിന്റെ അനുഭവങ്ങളും ചിന്തകളും പങ്കുവച്ചതിന് ഗുഡ്നസ് ടിവിയുടെ പേരിൽ നന്ദി പറയുന്നു. ബട്ട് യു സ്പോക്ക് വെൽ സാർ. ഹൃദയത്തെ തൊടുന്ന ഭാഷയായിരുന്നു. താങ്ക് യു സാർ.